പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് 22 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏപ്രിൽ 9 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ട് 2 ദിവസം. അപ്പോൾ തെരഞ്ഞെടുപ്പിന് 22 ദിവസം മാത്രം അവശേഷിക്കുന്ന ഒരു നിർണായക നിമിഷത്തിൽ CPM-ൻ്റെ ഏറ്റവും വലിയ ഉരുക്കുകോട്ടയായിട്ടുള്ള കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള പൊട്ടിത്തെറി, കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള അത്യഭൂതപൂർവമായിട്ടുള്ള, ഇംഗ്ലീഷിൽ അൺപ്രസിഡൻറ്റഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെയുള്ള ആ ഒരു പൊട്ടിത്തെറി ഏപ്രിൽ 9 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM-നെ ഏതു തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് വിശദമായൊരു വിലയിരുത്തൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ പല വീഡിയോകളിലും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ കേരളത്തിലെ CPM-ൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ചുവപ്പ് കോട്ടയാണ് കണ്ണൂർ. 2-3 പതിറ്റാണ്ട് കാലങ്ങളെങ്കിലും 2-3 പതിറ്റാണ്ട് കാലങ്ങളെങ്കിലുമായി കേരളത്തിലെ പാർട്ടിയെ അടിമുടി ഭരിക്കുന്നത് CPM-ആണ്. ഒരുപക്ഷെ EMS അല്ലെങ്കിൽ VS 1-2 പേര് ഒക്കെ ഒഴിച്ചാൽ ബാക്കി ഈ പാർട്ടിയുടെ 964 മുതലുള്ള നിരന്തര നേതൃത്വം എടുത്ത് നോക്കിയാൽ അത് അടിമുടി കണ്ണൂരിൽ നിന്നാണ് നമുക്ക് കാണാൻ കഴിയും. അത് ഇപ്പം AKG മുതൽ ഇങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ CH കണാരൻ, ചടയൻ ഗോവിന്ദൻ, EK നയനാർ, അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ ശേഷം പിണറായി വിജയന് ശേഷം MP ഗോവിന്ദൻ. അത് പാർട്ടി സെക്രട്ടറിമാർ, പിന്നെ മുഖ്യമന്ത്രിമാർ, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, പാർട്ടിയുടെ ഘടകങ്ങളിലുള്ള നേതാക്കന്മാർ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ പാർട്ടി സമം കണ്ണൂർ പാർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗത്വമുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും CPM മാത്രം ജയിക്കുന്ന 7 മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട്. അതായത് പയ്യന്നൂർ, ധർമ്മടം, കല്യാശ്ശേരി, തൃക്കരിപ്പൂര്, മട്ടന്നൂർ, തലശ്ശേരി, ഇത്രയും 6-7 മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലൊക്കെ നിരന്തരം CPM-ആണ് ജയിക്കുന്നത്. അവിടെയൊക്കെ തന്നെ വമ്പൻ ഭൂരിപക്ഷവുമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിയാൽ മട്ടന്നൂരിന് 60,000-ലധികമായിരുന്നു ഭൂരിപക്ഷം, ധർമ്മടത്ത് 50,000-ലധികമായിരുന്നു ഭൂരിപക്ഷം, പയ്യന്നൂരിൽ 42,000 ഭൂരിപക്ഷം. അപ്പം ഏത് മുന്നണി ജയിച്ചാലും ഈ മണ്ഡലങ്ങളിൽ CPM മാത്രമേ ജയിക്കുകയുള്ളൂ. പയ്യന്നൂരിൽ 965 മുതൽ CPM-ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ചുവപ്പ് കോട്ടയാണ് കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയാണ് CPM എപ്പോൾ അധികാരത്തിൽ വന്നാലും CPM-നെയും സർക്കാരിനെയും ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നത്. നമ്മൾ പലതവണ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ആ കണ്ണൂർ ജില്ലയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്യഭൂതപൂർവമായിട്ടുള്ള അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ പൊട്ടിമുളച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പയ്യന്നൂരിൽ നിന്ന് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിവിട്ട ഒരു കൊടുങ്കാറ്റ്, അതിന് തുടക്കം കുറിച്ചത് പയ്യന്നൂരിൽ നിന്നായി. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 36-ാം വാർഡിൽ നിന്ന് ഒരു CPM വിമതൻ 1700 വോട്ടിന് ജയിച്ചു. അതുതന്നെ എല്ലാവരും ഇറ്റ് റേസ്ഡ് ഐബ്രോസ് എന്ന് പറയാൻ നമുക്ക് വേണം. എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം പാർട്ടിയുടെ ഈറ്റില്ലമാണ്, ചുവപ്പ് കോട്ടയാണ് കണ്ണൂർ. അവിടുന്ന് ഒരു CPM വിമതൻ ജയിച്ചു. കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് ഒരു 6-7 പഞ്ചായത്തുകളിൽ CPM മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്തിലുള്ള ആ ജില്ലയിൽ നിന്ന് ഒരു വിമതൻ ജയിച്ചപ്പോൾ തന്നെ ആളുകളൊന്നും ഞെട്ടി. അതിനുശേഷം V കുഞ്ഞികൃഷ്ണൻ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രംഗത്ത് വന്നു. പിന്നീടുണ്ടായ സംഭവങ്ങളും കണ്ണൂരിൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവങ്ങളായി. അങ്ങനെ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ്റെ വിഷയം ശക്തമായി ഉയർന്നു വന്നു. അത് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കി നിൽക്കുന്ന സമയത്താണ് കണ്ണൂർ ജില്ലയിലെ മറ്റൊരു സുപ്രധാന നേതാവ് TK ഗോവിന്ദൻ, മലപ്പട്ടം എന്ന് പറയുന്ന പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരിൽ ഒരാളായി മാറിയ TK ഗോവിന്ദൻ, പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി. തളിപ്പറമ്പിൽ
പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഭാര്യ പി കെ ശ്യാമളയെ നിർത്തുന്നതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം 60 വർഷത്തെ തൻ്റെ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് അദ്ദേഹം പുറത്തേക്ക് പോകും. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളൊന്നും ഞാൻ കൂടുതൽ വിശദമായി ഇവിടെ പറയുന്നില്ല, ഞാൻ വേറെ വീഡിയോകളിൽ പറയുന്നുണ്ട്, ഞാൻ അതിനകത്തേക്ക് പറയും. എന്തായാലും അദ്ദേഹം പുറത്തു പോകും. അപ്പോൾ ഇപ്പോൾ കണ്ണൂരിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണൂരിലെ അവസ്ഥ എന്ന് പറയുന്നത് പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വന്നു, തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ രംഗത്ത് വന്നു. ഈ രണ്ടുപേരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒരു പാർട്ടിയായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക മാത്രമല്ല ചെയ്തു, അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി അവരടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു. അവരെ രണ്ടുപേരെയും പിന്തുണയ്ക്കാൻ ഔദ്യോഗികമായി തന്നെ UDF തീരുമാനിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ ഒരു നടപടി, ഈ കുഞ്ഞികൃഷ്ണനെയും ടി കെ ഗോവിന്ദൻ്റെയും ഈ നീക്കം, ഇത് CPM-നെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, കണ്ണൂരിൽ നമ്മൾ ആദ്യം തുടക്കത്തിൽ കണ്ണൂർ തന്നെ നോക്കുക. കണ്ണൂരിൽ ഈ കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും ഉയർത്തിയിരിക്കുന്ന ഈ ഒരു പ്രതിഷേധം, ഒരു പ്രതിരോധം കണ്ണൂർ ജില്ലയിലെ പാർട്ടി അണികളുടെ ഇടയിൽ വലിയ തോതിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി അണികൾ ഈ കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും പറഞ്ഞ വിഷയത്തിന് ഒപ്പമാണ് എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി അണികൾ വലിയ തോതിൽ കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ ഒന്നടങ്കം തിരിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് വിവരം കിട്ടി. അതിപ്പോൾ ധനരാജ് രക്തസാക്ഷി ഫണ്ടിൻ്റെ വിഷയമായാലും, ടി കെ ഗോവിന്ദൻ ഉയർത്തുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായാലും, അഴിമതിയുടെ വിഷയമായാലും അതിലൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിലെ പാർട്ടി അണികൾ ഒന്നാകെ അവിടുത്തെ CPM നേതൃത്വത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മട്ടന്നൂരിൽ മത്സരിക്കാൻ അനുവാദം നൽകാതെ കെ ശൈലജയെ തോക്കുന്ന സീറ്റിൽ കൊണ്ടുവന്ന് നിർത്തിയത്, സ്പീക്കർ എന്നുള്ള നിലയിൽ സാമാന്യം മെച്ചപ്പെട്ട പ്രകടനം നടത്തിയ AM ഷംസീറിനെ 16 പേർക്ക് സംസ്ഥാനത്തൊട്ടാകെ 2 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയിട്ടും AM ഷംസീറിനെ തലശ്ശേരിയിൽ മത്സരിപ്പിക്കാതെ ഫസൽ വധക്കേസ് പ്രതിയായിട്ടുള്ള കാരായി രാജനെ തലശ്ശേരിയിൽ മത്സരിപ്പിച്ചത് ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പൊട്ടിത്തെറി വലിയ പ്രതിസന്ധിയിലേക്ക് CPM-നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ അണികൾ ഒന്നടങ്കം CPM നേതൃത്വത്തിനെതിരെ തിരിയുന്നൊരു നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇതെങ്ങനെയാണ് CPM-നെ തെരഞ്ഞെടുപ്പിൽ മറ്റ് ജില്ലകളിൽ ബാധിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താ? CPM-ന്റെ ഏറ്റവും വലിയ ചുവന്ന കോട്ടയാണ് കണ്ണൂർ ജില്ല. LDF ജയിച്ചാലും UDF ജയിച്ചാലും LDF ജയിച്ചാലും ഒരു 5-6 മണ്ഡലങ്ങളിൽ CPM ഉറച്ച് ജയിക്കുന്ന മണ്ഡലങ്ങൾ ഉള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. പതിറ്റാണ്ടുകളായി ഒരു 5-6 മണ്ഡലങ്ങളിൽ CPM മാത്രമാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ചുവന്ന കോട്ടയിൽ ഇത്ര വലിയൊരു പ്രതിസന്ധി CPM നേരിടുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റ് ജില്ലകളിലെ CPM-ന്റെ പ്രകടനത്തെ ദോഷകരമായി ബാധിക്കുന്നുള്ളൊരു വല്ല സംശയമുണ്ട് സുഹൃത്തുക്കളെ. കാരണം ഇതൊരു CPM-ന്റെ മറ്റ് ജില്ലയിലെ പ്രവർത്തകരുടെ മൊറാലിനെ, അവരുടെ ആത്മധൈര്യത്തിനെ ഈ കണ്ണൂരിൽ നടന്ന സംഭവങ്ങൾ ബാധിക്കില്ലേ സുഹൃത്തുക്കളെ? യാതൊരു സംശയമില്ലാത്ത കാര്യമല്ലേ. തൊട്ടപ്പുറത്തെ കാസർഗോഡ് ജില്ല, തൊട്ടപ്പുറത്ത് കിടക്കുന്ന കോഴിക്കോട് ജില്ല, അവിടുന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ 3-ാം തവണ അധികാരത്തിലേക്ക് കയറാൻ പോകുന്ന CPM-ന് അതിഗുരുതരമായി ഈ കണ്ണൂർ ജില്ലയിലെ പ്രശ്നം ബാധിക്കാൻ പോകില്ലേ. കാരണം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പുണ്ട് എന്ന് വിചാരിക്കുന്ന 6-7 സീറ്റുകളുള്ള ജില്ലയിൽ, കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി സംവിധാനം നിലനിൽക്കുന്ന ജില്ലയിൽ, സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന മുഖ്യമന്ത്രിയും വരുന്ന ജില്ലയിൽ ഇത്രയും വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റ് ജില്ലകളിലെ പ്രവർത്തകരുടെ മൊറാലിനെ, അവരുടെ ആത്മധൈര്യത്തിനെ അതിഗുരുതരമായി ബാധിക്കുന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. ഇനി തെക്കൻ തിരുവിതാംകൂറിൽ അല്ലാതെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ആലപ്പുഴയിൽ G സുധാകരനുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ വളരെ ഗുരുതരമായി നിൽക്കുകയാണ്. പാലക്കാട് മേഖലകളിൽ PK ശശിയുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ, PK ശശി പുറത്തുപോയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കത്തി നിൽക്കുകയാണ്. ഇപ്പോഴത്തെ പുതിയതായി കേൾക്കുന്നത് ഇടുക്കി ജില്ലയിൽ MM മണിയും വലിയ തോതിൽ അസംതൃപ്തിയിലാണ് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. തെക്കൻ ജില്ലകളായിട്ടുള്ള കൊല്ലം, തിരുവനന്തപുരം, അവിടെയൊക്കെ തന്നെ പാർട്ടിയിൽ അടിത്തട്ടിൽ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയാൽ വി ജോയ് 2021 തെരഞ്ഞെടുപ്പിൽ വർക്കലയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. അതിനുശേഷം അയാളെ പാർട്ടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയി അയാൾ ഇരുന്ന സമയത്ത് തന്നെ പാർലമെന്റിലേക്ക് മത്സരിച്ചു. ഇപ്പോൾ ഇതാ വീണ്ടും വർക്കലയിൽ നിന്ന് അയാളെ മത്സരിപ്പിക്കുന്നു. വലിയ തോതിലുള്ള രോഷവും പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത്. അതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ, ശബരിമല പെരുങ്കൊള്ള മുതൽ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ വരെയുള്ള
ഈ പിന്നെ വിവാദങ്ങളിലെല്ലാം പെട്ട കടകംപള്ളി സുരേന്ദ്രന് വീണ്ടും സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള രോഷവും പ്രതിഷേധവും തിരുവനന്തപുരം ജില്ലയിലുണ്ട്. കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ജെ മേഴ്സിക്കുട്ടിയമ്മ. ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് സീറ്റില്ല. കൊല്ലത്ത് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കോട്ടയത്ത് പിന്നെ നമുക്കറിയാമല്ലോ, സുരേഷ് കുറുപ്പ് പോലുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരൊക്കെ ഏതാണ്ട് പാർട്ടി പ്രവർത്തനം നിർത്തിയ അവസ്ഥയാണ്. പിന്നെ കോട്ടയത്ത് പ്രശ്നങ്ങളുണ്ട്, ഇടുക്കിയിൽ പ്രശ്നം. അപ്പോൾ അല്ലെങ്കിൽ തന്നെ മറ്റു ജില്ലകളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ CPM-ന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന ഈ അത്യഭൂതപൂർവമായിട്ടുള്ള ഈ പ്രതിസന്ധി, മുമ്പെങ്ങും നമ്മൾ കാണാത്ത, മുമ്പെങ്ങും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഈ പ്രതിസന്ധി CPM-നെ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു ജില്ലകളിൽ ഏറെ ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ എനിക്കില്ല.